എന്താണ് മക്കളെ? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അറിഞ്ഞിട്ടൊക്കെ പിന്നെയും പണി കിട്ടി. ലോക്കാളിലെ പിള്ളേരോ? ഓർക്കാപ്പുറത്തുള്ള പണിയായിരുന്നില്ല. ടൂൾസ് എടുക്കാൻ പോലും ഓമര് നേരം തന്നില്ല. ടൂൾസ് എടുത്തപ്പോഴൊക്കെ നീ ഇതേ കൂടുതൽ തല്ല് വാങ്ങിയിട്ടുണ്ട്. ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല. ഇന്ന് തന്നെ അവിടെ കയറി പൊളിക്കണം. മണ്ടത്തരം പറയലടാ. നമ്മുടെ സ്റ്റാൻഡിൽ ഒതുങ്ങി കിട്ടും. എന്നിട്ട് മതി. കുഞ്ഞുങ്ങളെ എന്തോന്നാടാ വഴിയെ പോണ അടി മുഴുവൻ നിങ്ങളെന്താ ലേലം വിളിച്ചെടുത്തിരിക്കുക? ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നതല്ല. എന്നാൽ എന്റെ ഒരു പേടി അങ്ങ് പോകും. എന്നാലും ഇത്രയും പേരുണ്ടായിട്ടും എടാ നാണമില്ലല്ലോ. അടിയും കൊണ്ടേച്ച് ഇവിടെ നിന്ന് മണ്ഡലം കമ്മിറ്റി കൂടിയിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ലോ കോളേജ് കയറി ഇടിച്ച് നൂത്തണം. ധൈര്യം ഉണ്ടോടാ നിങ്ങക്ക്? അടുത്ത റൗണ്ട് അടികൂടി വാങ്ങി തരാനുള്ള പരിപാടിയാ. അടിയെന്ന് എഴുതി കാണിച്ച അട്ടത്ത് കയറി ഒളിക്കുന്ന ടീംസാ. ധൈര്യം കൊണ്ട് വന്നേക്കണം. ആഹാ, മക്കൾ ഇടി കണ്ടോ? നല്ല ചങ്ക് പൊളിക്കണ ഇടി. വാടാ, കളത്തിലൊന്നും ഇറങ്ങണ്ട, ബാൽക്കണി ഇരുന്നങ്ങ് കണ്ടാ മതി. മോളെ ഇതൊരു ഫാമിലി എന്റർടൈനർ ആണ്. നിങ്ങൾ ലേഡീസിനും വരാം. എന്തോ നട നോക്കി നിൽക്കുന്നത്? ലോ കോളേജ് കയറി അടിച്ച് പൊളിക്കടാ. അതെ, അടി ആമ്പിള്ളേർക്ക് മാത്രം. അതിനിടയ്ക്ക് തപ്പാൻ നിൽക്കരുത് കേട്ടാ. എന്റെ ഒറ്റ ഇടിക്കാൻ വീണു. നോക്കുമ്പോഴേയാ അവന്റെ മൂക്കിന്നും പൈപ്പ് തുറന്ന പോലെ ചോര. അയ്യേ, ഈ ഞരന്ത് പിള്ളേരാ. നാണോ ഇല്ലടാ. ഓഞ്ഞ പിള്ളേരെ അടിയും മേടിച്ചു വന്നേക്കുവാ. ഞാൻ ശരിക്കും വേർത്തുകൂടിയില്ല. ഓഹോ, പപ്പേ, എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ? അല്ല, ഞാൻ വരണോ? വാടാ. ഓടരുത്, ഞാൻ പറഞ്ഞല്ലടാ. ഓടിക്കരുന്ന് പറഞ്ഞല്ലടാ. മണ്ടതില്ലാതെ എണീറ്റ് പോടാ. കൈക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അയ്യോ, ഇവര് ഓടിക്കാൻ പറ്റാണോ?
വേഗമാട്ടെ, ജന്മനക്ഷത്രം തീരാറായി. വൈകിക്കട്ടെ, കട്ട് ചെയ്യൂ. Hey, come on. Excuse me. Hey, Jenny, many more happy returns of the day. thank you. Oh. Happy birthday to you. Happy birthday to you. Happy birthday dear. നീയൊക്കെയാണ് ഈ പിള്ളേർക്ക് ഇങ്ങനെ വളം വെച്ചു കൊടുക്കണേ. തല്ലുള്ളി തരുമല്ലേ കാണിക്കണേ. കാശിന്റെ ഹുങ്ക് അല്ലാണ്ടതാ. എടാ കവി എന്താ ഉദ്ദേശിച്ച തെളിച്ച് പറ. ഇത്തിരി ഇല്ലാത്തൊരു പെങ്കൊച്ച് റിസോർട്ടിൽ റൂം എടുത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അതും രാത്രിയിൽ വിത്ത് കള്ള. ഈ പ്രായത്തിൽ എനിക്കുണ്ടൊരു മോള്. അവളുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നല്ല തൂശനില വെട്ടിയിട്ട് തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച കറികളെല്ലാം നിരത്തി വച്ച്. അതാണ് അവള് ചിത്തറിന്റെ ക്ലാസിന്റെ കൂടെ ഒളിച്ചോടി പോയത്. എടുക്കണ ഒരെണ്ണം കൂടി. ഡാ, നീ അറിഞ്ഞം എന്താ മോനെ ചിറി ചോരുന്നു. ഡാ, എന്നാ കൂടിയാണ് ചേർക്ക കൂമ്പ് വാടിപ്പോവും. ഓ, കാത്തു സൂക്ഷിച്ചൊരു കത്തുരി മാമ്പഴം കാക്ക കൊത്തി പോയി. അയ്യോ പപ്പുച്ചു കൊത്തി പോയി. അത് ശരി, ഇവിടെ പാട്ട് പാടാനുള്ള സ്വാതന്ത്ര്യമില്ലേ? നീ പാടൂടാ. ഇനി പാടൂടാ. Happy birthday dear ദീദി. Happy birthday. Hey, Jenny. Hey, Jenny. Ja. Hey. എന്നാടാ ഏയ് ഒന്നുമില്ലടാ ജെനി, come on. നീ എന്താ ലിക്കർ വല്ലതും കഴിച്ചോ? ഇല്ല, ഞാനൊരു കോളേ കഴിച്ചുള്ളൂ. ശരി ശരി ശരി, വാ 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 വാ. കോളേജില് പിള്ളേരാരോ പറ്റിച്ച പണിയാ. ഏയ് ശ്ശെ. ഈ, അവന്റെ ഒരു ചങ്കൂരം കണ്ടവളിയാ. ഇത്ര ആളുകൾ ഇവിടെ നിൽക്കുമ്പോ അതവന്റെ മിടുക്ക്. പണ്ട് ഇങ്ങനെയാണല്ലോ. ഓ കൊള്ളാം കൊള്ളാം. പക്ഷേ ഈ പോയത് അസൂയ. തെണ്ടിത്തരം കാണിക്കുന്നോടാ നാറി. നിനക്കെന്ത് ഭ്രാന്താണോ? നീ മിണ്ടരുത്. ജെന്നി, ഏയ് മതി അഴിഞ്ഞാട്ടം. പിടിച്ചോണ്ട് പോ ഇവിടെ. ഇന്ദു, ഈ സൂക്കേടിന് ചികിത്സ വേറെയാ വേണ്ടത്. ജയിലോ തൂക്കുമരോ ഒന്നുമല്ല. മധ്യസ്ഥന് വന്നേക്കണു. ഞാൻ നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവനോട് പ്രേമാണെന്ന്. അവൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ചിലക്കല്ലേടി മറ്റോളെ 24 മണിക്കൂർ എന്റെ തോളിലും ബൈക്കിലും കയറി നടന്നപ്പോ കണ്ടു എല്ലാരും പറഞ്ഞല്ലോ. നീ കേൾക്ക തന്നെ. അപ്പൊ നീ പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ലാന്ന്. അപ്പൊ പറയാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു. ക്യാമ്പസ് ആകുമ്പോ കാണാൻ കൊള്ളാവുന്ന ആരെങ്കിലും ഒരുത്തം വേണം കുറച്ചു നാൾ കൈ തൂങ്ങാൻ. എന്ന് വെച്ച് അത് നെഞ്ചു പൊട്ടുന്ന പ്രേമാന്നാ നിന്റെ വിചാരം? നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയാ എനിക്ക് നിന്നോടൊരു മണ്ണാൻ കട്ടിയില്ല. പ്രേമിക്കാൻ കല്യാണം കഴിക്കാനുള്ള മെച്ചൂരിറ്റി ഉണ്ടോ നിനക്ക്?